الله يقرئ على أبا بكر السلام على أبي بكر السلام അബൂ ബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സലാം പറയുന്നു എന്ന് പറയണം. പിന്നെ അബൂബക്കറെ, നിങ്ങളുടെ ക്ഷമയിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്നും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് യാ അബൂ ബക്കർ, വരണം, ഗുഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളെ ക്ഷമിച്ചതിൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഈ ക്ഷമിച്ചത്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, എന്റെ ഈ അണപ്പല്ലിലെ പല്ലുവേദന തുടങ്ങിയിട്ട് 7 കൊല്ലായിട്ടുണ്ട്. 7 കൊല്ലായിട്ട് ഭയങ്കര വേദനയാണ്. എന്തേ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? അഫഅശ്കുൽ ഹബീബ ഇലൽ ഹബീബ്, മഹ്ബൂബായ അല്ലാഹുവിനെ പറ്റി, മഹ്ബൂബായ നബിയെ, നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ? എന്റെ പ്രേമഭാജനമല്ലേ എന്റെ റബ്ബ്, അവനല്ലേ എന്നെ പടച്ചത്, അവനല്ലേ എനിക്ക് കാണുന്ന കണ്ണു തന്നത്, കേൾക്കാൻ ചെവി തന്നത്, കൈകാലുകൾ തന്നത്. ആ പടച്ചവൻ ഒരു പല്ലുവേദന തന്നപ്പോഴേക്കും എന്റെ ഹബീബിനെ പറ്റി, എന്റെ മറ്റൊരു ഹബീബായ നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ നബിയെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തൃപ്തിപ്പെടുകയാണ്. അല്ലാഹു അങ്ങനെയാണ്. അല്ലാഹുവിനോടുള്ള നമ്മുടെ ബന്ധം അങ്ങനെയാണ്. തൃപ്തിപ്പെട്ടു, പടച്ചവനെ തൃപ്തിപ്പെട്ടു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ദിക്റിനോ മറ്റോ ഔറാദുകൾക്കോ പ്രാർത്ഥനകൾക്കോ ഒന്നും നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ചോദിച്ചു, എന്താ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്? ഒരു ദിവസം നിസ്കരിക്കാൻ വന്ന് അദ്ദേഹം നിസ്കരിക്കാൻ കാണാതെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയായി. സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും നിസ്കരിക്കാനുള്ള വസ്ത്രം ഞങ്ങൾ രണ്ടാളുടേതും കൂടെ കൂട്ടിയാലേ എന്റെ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റൂ. നിസ്കരിക്കാൻ ശരീരം മറയുന്ന മുഴു വസ്ത്രം എന്റെ പെണ്ണിനില്ല നബിയെ. അവൾ വീടിന്റെ ഉള്ളിൽ ഇരിപ്പാണ്. സുബ്ഹി ഖളാ ആകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോയി റൂമിന്റെ വാതിലടച്ച് എന്റെ വസ്ത്രം കൂടെ കൊടുത്തെങ്കിലേ എന്റെ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റൂ. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഖലീബ് പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആവിർഭാവം ഹബീബിന്റെ മനസ്സിൽ നിന്ന് ഉദിക്കുകയാണ്. ഹബീബാണ് ആശയം കൊണ്ടുവരുന്നത്. സ്വഹാബികളെ സഹായിക്കണം, ഈ മനുഷ്യനെ സഹായിക്കണം, വസ്ത്രം കൊടുക്കുകയും സഹായിക്കണം. പാവപ്പെട്ട ആളാണ്, വസ്ത്രം കൊടുക്കണം. എല്ലാവരും വസ്ത്രം കൊടുത്തു. അന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്താൻ സമയിച്ചിരി വൈകിയപ്പോ ഭാര്യ ചോദിച്ചു, എന്തേ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എത്താത്തത്? അപ്പൊ കഥ പറഞ്ഞു, നബി തങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തെന്നു. അള്ളാഹു നമുക്ക് വസ്ത്രം തരാത്തത്, അള്ളാഹു നമ്മെ പരീക്ഷിച്ചത് നിങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞുവല്ലേ? ഇത് വേണ്ടില്ലായിരുന്നു. എന്താണ് ആ സ്വഹാബിയത്തിന്റെ ചിന്ത? ആ പെണ്ണ് പറഞ്ഞത്, ഭർത്താവേ, നമുക്ക് അള്ളാഹു ഇങ്ങനൊരു പരീക്ഷണം തന്നത് നമ്മുടെ മെഹബൂബായ അള്ളാഹു തന്നതല്ലേ? ആ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ നബിയോട് പരാതി പറഞ്ഞുവോ? നബിയോട് പരാതി പറഞ്ഞല്ലേ അള്ളാഹു നമുക്ക് വസ്ത്രം തന്നില്ലെന്ന്? വേണ്ടില്ലായിരുന്നു, ഇത് നമുക്ക് വേണ്ടില്ലായിരുന്നു. അങ്ങനത്തെ പെണ്ണുങ്ങൾ നമുക്ക് കൊണ്ടുവന്ന നമ്മളെ പെണ്ണുങ്ങൾക്ക് മതിയാവിടില്ല. ഇത് പോരാന്നാ പറയുന്നത്. നമ്മൾ എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, എനിക്ക് സാരി ഇട്ടിയാൽ മതി, പർദ്ദ ഇട്ടിയാൽ മതി, എനിക്ക് ചുരിദാർ ഇട്ടിയാൽ മതി. ഹബീബിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞോ? അള്ളാഹിനെ പറ്റി പരാതി പറഞ്ഞോന്ന്? അത് അള്ളാഹുവിന് ഇഷ്ടമാകുമോ? എന്തിനാ നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞത്? എന്തിനാ നമ്മുടെ ബുദ്ധിമുട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ചത്? നമുക്കത് പൊരുത്തമായിരുന്നല്ലോ, നമ്മൾ തൃപ്തിപ്പെട്ടിരുന്നുവല്ലോ. ആദമിന്റെ സന്തതിയെ, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടാൽ എല്ലാം, എന്തൊക്കെ അല്ലാഹു അവിടെ തന്നിട്ടുണ്ട് അതൊക്കെ, നിന്റെ വാഹനം, നിന്റെ വീട്, കുട്ടികള്, മക്കള്, ഭാര്യ, ജോലി, സ്കൂള്, കോളേജ്, എന്തൊക്കെ ഉണ്ട് എല്ലാം. അറഹ്തു ഖൽബക വബദനക, നിന്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ ആശ്വാസം തരും. വകുൻത ഇൻദി മഹ്മൂദാ, നീ എന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുന്നത് മഹ്മൂദായിട്ടാണ്, സ്തുതിക്കപ്പെട്ടവനായിട്ടാണ്. യബ്ന ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ മോനെ, ഫഇല്ലം തർള ബിമാ ഖസംതുഹു ലക, ഞാൻ നിനക്ക് തന്നത് നിനക്ക് പൊരുത്തമായില്ലെങ്കിൽ, നിനക്ക് തോന്നി പോരാ,
എനിക്കിഷ്ടമായിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ഫവഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, എന്റെ ജലാലിനെ തന്നെ സത്യം. ലൗ സല്ലതന്ന അലൈക ദുനിയാ, ദുനിയാവിനെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തും. ദുനിയാവ് കൊണ്ട് നീ അങ്ങ് കുടുങ്ങും, നിന്റെ ബിസിനസ് കൊണ്ട്, ജോലി കൊണ്ട് നീ അങ്ങ് തളരും. ഒന്ന് നിസ്കരിക്കാൻ സമയം കിട്ടാതെ, ഒരു നല്ല കാര്യം ചെയ്യാൻ സമയം കിട്ടാതെ, ഒരു സ്വതക്ക ചെയ്യാൻ അവസരം ലഭിക്കാതെ, ഒന്ന് ഖുർആൻ ഓതാൻ നേരം കിട്ടാതെ, പൈസ വേണം പൈസ വേണം എന്ന ഒരു ചിന്തയാണ് നിന്റെ കൺമുമ്പിലുള്ളതെങ്കിൽ ഊണും ഉറക്കവുമില്ലാതെ നീ ഓടി നടക്കേണ്ടി വരും. എങ്ങനെ? തർക്കുനു ഫീഹാ റക്ളൽ വുഹൂശി ഫിൽ ബർരിയ, കാടിന്റെ ഉള്ളിൽ ഹിംസ്രജീവികൾ നടക്കുന്ന പോലെ. അനിമൽ പ്ലാനറ്റ്സ് ടിവി ചാനലുകൾ ഉണ്ടെന്ന്, മൃഗങ്ങളെ സംബന്ധിച്ചുള്ള മൃഗങ്ങളുടെ ലോകം മനസ്സിലാക്കി തരാൻ മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് അട്ടയുടെയും കൊതുകിന്റെയും കടി കൊണ്ടിട്ട് അവര് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചു, അല്ലാ 10 മിനിറ്റ് കൊണ്ട് സിംഹം വന്നു, ഇയാളെ പിടിച്ചു, തിന്നുപോയി. എത്ര കാലം കാത്തുനിന്നുണ്ടാവുന്ന ആ ഒരു സീന് കിട്ടണമെങ്കിൽ ഇവരെ ക്യാമറ മുമ്പ് തന്നെ വരണ്ടേ? കാടിനുള്ളിൽ ജീവികൾ ഇരപിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന, മറ്റു മൃഗങ്ങളെ കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന പോലെ ഊണും ഉറക്കൊഴിച്ച് നീ നടക്കേണ്ടി വരും. പിന്നെയോ ഞാൻ ആദ്യം നിശ്ചയിച്ചത് എത്രയാണോ അത് മാത്രമേ നിനക്ക് ലഭിക്കുകയുമുള്ളൂ. ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കിട്ടണതോ ഞാൻ അതേ തീരുമാനിച്ചതുണ്ടല്ലോ അതെനിക്ക് കിട്ടുള്ളൂ. പക്ഷെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എപ്പോ? നീ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് തൃപ്തി ചോദിക്കണം, അല്ലാഹുവിനോട് ഖനാഅത്ത് ചോദിക്കണം. അൽ ഖനാഅത്തു കൻസുൽ ലാ യഫ്നാ, ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക എന്ന കണ്ടന്റ്മെന്റ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. നബിയെ, അങ്ങ് യതീമായിരിക്കെ അല്ലാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ നബിയെ? അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ അല്ലാഹു ഐശ്വര്യം തന്നില്ലയോ നബിയെ? അങ്ങ് അല്ലാഹുവിന്റെ സ്നേഹത്തിൽ മതിമറന്ന് മുങ്ങി നടന്നപ്പോ അല്ലാഹു ഹിദായത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചുവല്ലോ നബിയെ? ضالًا في محبة الله, അല്ലാഹു നിങ്ങൾക്ക് അപ്പോഴല്ലേ ഖുർആൻ തന്നത്? അല്ലാഹു നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ നബിയെ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തന്നിട്ടില്ലേ? ആ നബിയുടെ ചരിത്രമാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മഹുല്ലാഹ് ബുർദയിൽ പറഞ്ഞത്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا ضرورة من وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാപർവ്വതങ്ങളാണ് നബിയോട് പറഞ്ഞത്. വറാവദതുഹുൽ ജിബാലു ശുമ്മു, ഉഹദ് മലയോളം വരുന്ന ഉഹദ് മലയാണ് നബിയെ ഞങ്ങൾ സ്വർഗമാവട്ടെ, അങ്ങേക്ക് വേണ്ടി സ്വർണമാവട്ടെ എന്ന് ചോദിച്ചത്. ഞങ്ങൾ സ്വർണമായി തരാം നബിയെ, അങ്ങേക്ക് ദാരിദ്ര്യമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള പൈസയായി മാറാം.
ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹുദ് മലയോട് നമ്മോട് സ്നേഹമുണ്ട്, ഉഹുദ് മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വർണമാവട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി, വേണ്ട വേണ്ട എനിക്കത് വേണ്ട എന്ന് പറഞ്ഞത്. വകൈഫ തദഉ ഇല ദുനിയാ ളറൂറതു മൻ ലൗലാഹു ലം തുഖ്റജ് ദുനിയാ മിനൽ ഇദമി, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണഭൂതരായ ഒരു നബി എങ്ങനെയാണ് ഈ ലോകത്തെ ആർഭാടങ്ങളിലേക്ക്